الله 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 أنت. തല തടവൽ ഫർളാണ് വുദൂഇന്റെ. എത്രയാണ് തടവേണ്ടത്? ഹനഫി മദ്ഹബ് അനുസരിച്ച് തലയുടെ 1/4 തടവൽ ഫർളാണ്. മുഴുവനായും തടവൽ സുന്നത്താണ്. അപ്പോൾ മുഴുവനായും നമ്മൾ തല തടവിയാൽ ഫർളും സുന്നത്തും ഒരുമിച്ച് നമുക്ക് ലഭിക്കുന്നതാണ്. തല തടവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൈ ഒന്ന് നനയ്ക്കുന്നു. നനച്ചതിന് ശേഷം നമ്മുടെ 2 കൈകളിലെയും ഈ 3 വിരലുകൾ അഥവാ ഈ നടുവിരലും മോതിരവിരൽ എന്ന് നമ്മൾ പറയുന്ന ഈ വിരലും ചെറുവിരൽ, ഈ 3 വിരലുകൾ ഉപയോഗിച്ച് ഇങ്ങനെ പിടിക്കുക. ഈ 2 വിരലുകൾ അഥവാ ചൂണ്ടവിരലും തള്ളവിരലും, ഇടത്തെ കൈയിലത്തെ ഈ 2 വിരലും, ഈ 2 വിരലുകൾ നമ്മൾ തലയിലേക്ക് സ്പർശിക്കരുത്. അപ്പൊ ഇങ്ങനെ പിടിച്ചു. സ്ത്രീകളും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഈ 3 വിരലുകൾ തമ്മിൽ ഇങ്ങനെ വെച്ച് നമ്മൾ ഇവിടെ നിന്ന് ആരംഭിക്കണം. പുറകിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ ഈ ഉള്ളം കൈ ഉപയോഗിച്ച് തലയുടെ 2 വശവും ഞാൻ തടവുന്നു. ഇതാ, തല പൂർണ്ണമായും ഒരു തവണ തല തടവേണ്ടത്, ഒന്നിലധികം തവണ തല തടവാൻ പാടില്ല. ഈ 2 വിരലുകൾ തലയിൽ സ്പർശിക്കരുത് എന്ന് പ്രത്യേകം നമ്മൾ പറഞ്ഞു. ഒരു തവണ തടവിയ അവയവം ഉപയോഗിച്ച് അല്ലെങ്കിൽ വിരലുകൾ ഉപയോഗിച്ച് മറ്റൊരു അവയവം തടവാൻ പാടില്ല എന്ന്. തല തടവി കഴിഞ്ഞാൽ ഉടനെ തടവേണ്ട അവയവമാണ് നമ്മുടെ 2 ചെവികളും. ഈ 2 ചെവികൾ തടവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 വിരലുകൾ മാറ്റി വെച്ചിട്ടുള്ളത്. ചൂണ്ടുവിരൽ ഉപയോഗിച്ച് നമ്മൾ ചെവിയുടെ ഉൾവശം വൃത്തിയായിട്ട് നമ്മൾ തടവുക. തള്ളവിരൽ ഉപയോഗിച്ച് ചെവിയുടെ പുറം വശം തടവും. ഇത് ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ഒരു തവണയാണ് തടവേണ്ടത്. ഇനി നമ്മൾ തടവേണ്ടത്, ചെവി തടവി കഴിഞ്ഞാൽ ഉടനെ പിരടി തടവൽ മുസ്തഹബാണ്. കൈകളുടെ പുറം ഭാഗം കൊണ്ട് അഥവാ ഈ വിരലുകളുടെ ഈ പുറം ഭാഗം കൊണ്ടാണ് നമ്മൾ പിരടി തടവേണ്ടത്. അപ്പോൾ പൂർണ്ണമായും തലയും ചെവിയും പിരടിയും തടവേണ്ട രൂപം ഞാൻ ഒന്നുകൂടെ കാണിക്കാം. أنت تطلع بيننا في الكواكب كالبدور